കാപ്പ കേസിൽ സുഗതനും ബിജെപിക്കും തിരിച്ചടി. കാപ്പ ഒഴിവാക്കണമെന്ന സുഗതന്റെ ആവശ്യം കാപ്പ ഉപദേശക സമിതി തള്ളി. 6 മാസം കൂടി സുഗതനെതിരെ കാപ്പ ചുമത്തിയത് തുടരും. വാഴോട്ടുകോണം കൗൺസിലർ കൂടിയായ സുഗതനെ പുറത്തിറക്കാനുള്ള ബിജെപിയുടെ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. തിരുവനന്തപുരം നഗരസഭയിലെ സത്യപ്രതിജ്ഞ ചെയ്യാനായി സുഗതന് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവുമായി മേയർ തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം കാപ്പ കേസിൽ അറസ്റ്റിലായ വാഴോട്ടുകോണം ബിജെപി കൗൺസിലർ സുഗതന്റെ ആവശ്യം പൂർണ്ണമായും കാപ്പ ഉപദേശക സമിതി ബോർഡ് തള്ളുകയായിരുന്നു. കാപ്പ ചുമത്തി സുഗതനെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് സമിതി ശരിവച്ചു. അതോടൊപ്പം തന്നെ 6 മാസം കൂടി സുഗതനെതിരെ കാപ്പ ചുമത്തിയത് നീട്ടുകയും ചെയ്തു. ഈ കാലയളവിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സുഗതന് വിലക്ക് തുടരും. ഇതോടെ സുഗതനെ പുറത്തിറക്കാനുള്ള ബിജെപിയുടെ നീക്കത്തിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. ചട്ടം ലംഘിച്ചതിനാൽ സുഗതനുൾപ്പെടെ 20 ബിജെപി കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. ഇതിൽ 19 കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. ജയിലിലായ സുഗതന് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ കാലാവധി 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കും. ഏതു വിധേനയും സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബിജെപി. മേയർ വി രാജേഷ് തന്നെ സുഗതന്റെ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ സുഗതനെ ജാമ്യത്തിൽ വിടണമെന്ന് അപേക്ഷിച്ച് വി രാജേഷ് നെടുമങ്ങാട് JFM കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. കോടതി കമ്മീഷണറോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 3 കാപ്പ കേസിലുൾപ്പെടെ 19 കേസുകളിലെ പ്രതിയാണ് സുഗതൻ എന്ന റിമാൻഡ് റിപ്പോർട്ട് കമ്മീഷണർ നൽകും. ഇതുകൂടി പരിഗണിച്ചായിരിക്കും കോടതിയുടെ അന്തിമ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.